മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തില് ഒരു വലിയ സങ്കല്പമുണ്ട്. മനുഷ്യനെ പാപിയായിട്ട് കാണുന്നതിന് പകരം ഏറ്റവും വലിയ ചൈതന്യത്തിൻ്റെ ആധാര സ്രോതസ്സായിട്ടാണ് മനുഷ്യനെ കാണുക. അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. തത്വമസി, തത് ബ്രഹ്മ ത്വമസി, നീയും ഈശ്വര ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ഞാനും നീയും പാപികളല്ല, പാപം ചെയ്തവരുടെ തലമുറയിൽപ്പെട്ടവരല്ല, ദൈവത്തെ നിന്ദിച്ചവരോ ദൈവത്തിൻ്റെ വഴിയെ പോകാതെ തെറ്റായിട്ടുള്ള വഴിയിലൂടെ പോയവര്, അങ്ങനെയുള്ള പദപ്രയോഗങ്ങളും വിവരണങ്ങളും ഒന്നും ഹൈന്ദവ ജനതയുടെ വീക്ഷണത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമൃതസ്യ പുത്ര, അമരത്വത്തിൻ്റെ പുത്രന്മാരെ എന്നാണ് പറയുക. അമരത്വമുള്ള ചൈതന്യത്തിൻ്റെ മക്കളെ, സന്തതി പരമ്പരകളെ എന്നാ പറയുക. ദ ചിൽഡ്രൻ ഓഫ് വൈപ്പേഴ്സ് എന്ന പദപ്രയോഗങ്ങൾ അറിയാതെ പോലും നമ്മളുടെ ഗ്രന്ഥങ്ങളിലില്ല ആര്യപുത്ര, ശ്രേഷ്ഠനായ മകനെ, ശ്രേഷ്ഠത്വമുള്ളവനെ എന്നാണ് പറയുക. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മനുഷ്യരായാലും, സ്ത്രീ ആയാലും പുരുഷരായാലും, യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും വൃദ്ധനാണെങ്കിലും വൃദ്ധയാണെങ്കിലും, ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം. എങ്ങനെയാണോ ഏറ്റവും ചെറിയ ഒരു അണുവില് ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നത്, മൈക്രോകോസം, സോ ഈസ് ദ മാക്രോകോസം. അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തില് ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നത്. ഒരാറ്റത്തിലെ ചൈതന്യം എപ്രകാരമാണോ നിലനിൽക്കുന്നത്, അതേപോലെ ഈ പ്രപഞ്ചത്തിലും ചൈതന്യം നിൽക്കുന്നു. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. എങ്ങനെയാണോ മനുഷ്യ ശരീരത്തെ കാണുന്നത്, അതേപോലെയാണ് പ്രപഞ്ചപുരുഷ ചൈതന്യത്തെ, പ്രപഞ്ച ചൈതന്യത്തെ കാണുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ എക്സ്ട്രാപ്പൊളേഷനാണ് പ്രപഞ്ച ശരീരം. ഒരു പരമാണുവിൻ്റെ എക്സ്ട്രാപ്പൊളേഷനാണ് ബ്രഹ്മാണ്ടം. പിണ്ടാണ്ടത്തിൻ്റെ എക്സ്ട്രാപ്പൊളേഷനാണ് ബ്രഹ്മാണ്ടം. മനുഷ്യ ശരീരത്തിൻ്റെ എക്സ്ട്രാപ്പൊളേഷനാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ മനുഷ്യ ശരീരത്തെ ഭഗവത്ഗീത വിവരിക്കുന്നത്, ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയതേ. അല്ലയോ കുന്തിപുത്ര, അല്ലയോ അർജുന, ഈ ശരീരത്തിനെയാണ് നമ്മൾ ക്ഷേത്രമായിട്ട് കാണേണ്ടത്. നമ്മൾ കാണുന്ന അമ്പലം, ദേവാലയം, അവിടെ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ, പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരംശത്തെ ആവാഹിച്ച് വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രപഞ്ച ചൈതന്യത്തിൻ്റെ, പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരംശത്തെ ആവാഹിച്ച് ശ്രീകോവിലിനകത്ത് ഒരു വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദേവാലയം, അമ്പലം. ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരംശത്തെ നമ്മളുടെ ശരീരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന ആലയം, മനുഷ്യാലയം അഥവാ മനുഷ്യൻ എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്തും കുടികൊള്ളുന്ന ചൈതന്യം, അതിനകത്തും കുടികൊള്ളുന്ന ചൈതന്യം ഒരേ പ്രപഞ്ചത്തിൻ്റെ തന്നെ അംശമായതുകൊണ്ട് ഇതും ക്ഷേത്രമാണ്, അതും ക്ഷേത്രമാണ്. അപ്പൊ ഇതം ശരീരം, ശരീരം ഇതം, ഈ ശരീരത്തെയാണ് ക്ഷേത്രം ഇതി അഭിധീയത. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ജീവാത്മാവ് ഇതിനകത്ത് കുടികൊള്ളുമ്പോൾ ആ ജീവാത്മാവ്, മനസ്സ്, സോൾ, അതിനെ സംരക്ഷിക്കാനുള്ള, പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കവചമാണ് ക്ഷേത്രം. നാശത്തിൽ നിന്ന്, ഡീക്കേയിൽ നിന്ന്, ഡീഗ്രഡേഷനിൽ നിന്ന്
നാശത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന സംരക്ഷണ വലയത്തെയാണ് ക്ഷേത്രം എന്ന് പറയാം. ഒരു ഗ്രാമത്തിന്റെ തലസ്ഥാനമാണ് ഗ്രാമക്ഷേത്രം. ഗ്രാമത്തിന്റെ അധിപനാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ആ ക്ഷേത്രമാണ് ആ ഗ്രാമത്തെ സമഗ്രമായിട്ട് വളർത്തേണ്ടത്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും നരവംശപരമായിട്ടും എല്ലാം ഒരു ക്ഷേത്രമാണ് ഒരു ഗ്രാമത്തിന്റെ ആധാരം അന്നും ഇന്നും. പക്ഷെ ഇതൊരു മതത്തിന്റെ ചിഹ്നമായിട്ടല്ല, ആത്മീയതയുടെയും ഭൗതികതയുടെയും മനഃശാസ്ത്രത്തിന്റെയും സാമ്പത്തികതയുടെയും ചിഹ്നമായിട്ടാണ് ആ ക്ഷേത്രം. അതേപോലെയാണ് ഈ ക്ഷേത്രവും നിലനിൽക്കുക. നമ്മളുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കണം, അതിരാവിലെ എഴുന്നേൽക്കണം. അമ്പലത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് മണിയടിച്ച് നട തുറക്കണം. ഇവിടെ രാവിലെ നമ്മളുടേതായിട്ടുള്ള മാലിന്യങ്ങൾ കളയണം. അമ്പലത്തിലും അതുപോലെ തന്നെയാണ് നിർമാല്യം കളയലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കലുണ്ട്. അതുപോലെ തന്നെയാണ് അമ്പലത്തിൽ നിർമാല്യം കളഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകമുണ്ട്. നമ്മൾ കുളി കഴിഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അവിടെ നിർമാല്യം കളഞ്ഞ അഭിഷേകം കഴിഞ്ഞൊരു വലിയ മന്ത്രം ചൊല്ലലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ രീതിയിൽ കാപ്പിയോ ചായയോ ചെറിയതായിട്ട് കുടിക്കാറുണ്ട്. അവിടെ മലര് നിവേദ്യമുണ്ട്. വലിയ നിവേദ്യമല്ല, ചെറിയൊരു നിവേദ്യമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ഡ്രസ്സിംഗ് ആണ്. അവിടെയും ഗോളകയെല്ലാം വെച്ച് മാലയൊക്കെ ഇട്ട പെർഫെക്റ്റ് ഡ്രസ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് നമ്മുടേതായിട്ടുള്ള എനർജൈസേഷൻ ഉണ്ട്. അവിടെയും എനർജൈസേഷനാണ്, വിളക്കുകളെല്ലാം കത്തിച്ചു വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവിടെ അതേപോലെയാണ് ഉഷപൂജ അല്ലെങ്കിൽ രാവിലെയുള്ള ഒന്നാമത്തെ പൂജ. അതിനോടനുബന്ധിച്ച നിവേദ്യം മുഴുവനും 7 മണിക്ക് നടത്തുന്നത് ശരിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മാതിരിയാണ്. അത് കഴിഞ്ഞ് ഉച്ചയാവുമ്പോഴത്തേക്കും നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കും. അവിടെ ഉച്ചപൂജ, ഉച്ച നിവേദ്യം അതെല്ലാം അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മളുടെ ശരീരത്തിന് എനർജി ആവശ്യമാണ്. അവിടെ ഈ ദീപാരാധന നടത്തുകയും വിളക്ക് കത്തിക്കുകയും മന്ത്രം ചൊല്ലുകയും സൗണ്ട് എനർജി, ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, അതേപോലെ തന്നെയുള്ള ലൈറ്റ് എനർജി അത് കൊടുക്കലാണ് ക്ഷേത്രത്തിൽ. അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് എടുക്കല്. നമ്മളുടെ ശരീരത്തിലും അങ്ങനെ തന്നെയാണ്. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അകത്തേക്ക് കൊടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന എനർജി എടുത്തിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മളുടെ ശരീരത്തിന് സംഗീതവും മന്ത്രവും എല്ലാം വളരെ അഭികാമ്യമാണ്. അവിടെ മന്ത്രവും സംഗീതവും, നമുക്ക് സംഗീത ഉപകരണങ്ങളും സംഗീതവും ഇഷ്ടമാണ്. അവിടെ എല്ലാ കർമ്മങ്ങൾക്കും പഞ്ചവാദ്യം, ഇടയ്ക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ശരീരം ആത്മീയതയുടെ ഭാഗമാണ്. ആ ശരീരവും ആത്മീയതയുടെ ഭാഗമാണ്. നമ്മൾ ധാരാളം വ്യക്തികൾ നമ്മളെ കാണാനും നമ്മളുമായിട്ട് സംസാരിക്കാനും വരുന്നൊരു ഒത്തുചേരലുണ്ട്. ആ ഒത്തുചേരൽ തന്നെയാണ് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന സാമൂഹിക ഐക്യത്തിന്റെ ഭാഗം. ഇങ്ങനെ അതും ശരീരം ഇതും ശരീരം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കാം. ആ അമ്പലത്തിനകത്ത് ഇറച്ചി കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. ചോരയും ഇറച്ചിയും മൃഗങ്ങളുടെ ഡെഡ് ബോഡിയും കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ പുണ്യാഹം തെളിക്കണം, ശുദ്ധീകരിക്കണം. അതേപോലെയാണ് ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് ജന്തുക്കളുടെ ഡെഡ് ബോഡിയും മാംസവും രക്തവും കൊണ്ടുപോയാൽ ഈ ശരീരത്തിനും അത് അപവിത്രമാണ്. ക്ഷേത്രത്തിൽ എത്രത്തോളം അപവിത്രമാണോ അത്ര തന്നെ അപവിത്രമാണ് ഈ ശരീരത്തിന് ഡെഡ് ബോഡി ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞ പോലെ, ഐ ഡു നോട്ട് വാണ്ട് ടു കൺവേർട്ട് മൈ സ്റ്റൊമക്ക് ഇൻ ടു ദ ബറിയൽ ഗ്രൗണ്ട് ഓഫ് ഡെഡ് ബോഡീസ്. എന്റെ ആമാശയത്തെ ശവശരീരങ്ങളുടെ ദഹന കേന്ദ്രമാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ മാതിരി, നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അമ്പലത്തിൽ മദ്യം കൊണ്ടുപോകുമ്പോൾ അപവിത്രമാകുന്നു. നമ്മളുടെ ശരീരത്തിലും മദ്യം പോകുമ്പോൾ ശരീരം അപവിത്രമാവും. അമ്പലത്തിലെ ലഹരി പദാർത്ഥങ്ങൾ വർജ്യമാണ്, നമ്മളുടെ ശരീരത്തിലും ലഹരി പദാർത്ഥങ്ങൾ വർജ്യമാണ്. അമ്പലത്തില് ശരീരശുദ്ധി ആവശ്യമാണ്. നമ്മളുടെ ശരീരവും ശുദ്ധമായിരിക്കണം. അമ്പലത്തിലേക്ക് പോകുന്നത് മനഃശുദ്ധിയുടെ ആധാരമാണ്. നമ്മളുടെ മനസ്സും ശുദ്ധമായിരിക്കണം. അമ്പലത്തിലെ പ്രവൃത്തികളൊക്കെ ശുദ്ധമായിരിക്കണം. കർമ്മശുദ്ധി ഉണ്ടാവണം. നമ്മളുടെ ജീവിതത്തിലും കർമ്മശുദ്ധി ഉണ്ടാവണം. അമ്പലത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ വാക്ശുദ്ധി ഉണ്ടാവണം, ആഹാരശുദ്ധി ഉണ്ടാവണം. നമ്മളുടെ ശരീരത്തിലും ഇതുപോലെ വാക്ശുദ്ധിയും ആഹാരശുദ്ധിയും ഉണ്ടാവണം. അപ്പൊ യഥാർത്ഥത്തില് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ, ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ശരീരത്തെ നിങ്ങൾ ഓരോരുത്തരും ധന്യമാക്കി നിലനിർത്തണം.
അത് ആത്മീയ ചൈതന്യം വഹിക്കുന്നതാണ്. നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കണം, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം, തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഒഴിവാക്കണം, നന്മ നിറഞ്ഞ മാർഗത്തിലൂടെ നടക്കണം. ഈ ശരീരം അതിനുള്ളതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മളാരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മളാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്രയും കാലം ധന്യമായിട്ട്, യൂസ്ഫുള്ളായിട്ട്, പർപ്പസ്ഫുള്ളായിട്ട്, ഫ്രൂട്ട്ഫുള്ളായിട്ട്, മീനിങ്ഫുള്ളായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് ധന്യമായിട്ടുള്ള, ഗ്ലോറിയസ് ആയിട്ടുള്ള നമ്മുടെ ജീവിതം. ഈ ശരീരത്തെ ഒരു ക്ഷേത്രമായിട്ട് കാണാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മൾ പഠിക്കണം. നല്ല നല്ല കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ഭാഗവത വായനയും ഭഗവത്ഗീതയും ക്ഷേത്രവാദ്യങ്ങളും ക്ഷേത്രകലകളും ക്ഷേത്ര സംഗീതങ്ങളും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രാനുഷ്ഠാനങ്ങളും ഉള്ളതുപോലെ ഈ ശരീരത്തിനും അതെല്ലാം വേണം. നമ്മളുടെ മക്കളെ ധന്യമായിട്ട് വളർത്തണം. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിത പന്താവിൻ്റെ ധന്യത വളർത്തണം. മൂർത്തി ചെറുതാവുമ്പോഴും കീർത്തി വലുതാക്കാൻ ശ്രമിക്കണം. ചെറിയ കുട്ടികളാണെങ്കിലും ലോകം അറിയപ്പെടുന്ന കുട്ടികളാക്കി മാറ്റാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തണം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ടൈം ഇൻവെസ്റ്റ്മെന്റ്, എനർജി ഇൻവെസ്റ്റ്മെന്റ്, നോളജ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ കുറച്ച് ഭക്ഷണ പദാർത്ഥത്തിനുള്ള സമ്പത്ത് ഇൻവെസ്റ്റ്മെന്റ്. ടൈം ഇൻവെസ്റ്റ്മെന്റ്, എനർജി ഇൻവെസ്റ്റ്മെന്റ്, നോളജ്, സമയം കുറച്ച് ചെലവാക്കണം, ഊർജം മക്കൾക്ക് വേണ്ടി ചെലവാക്കണം, അതുപോലെ തന്നെ അറിവ് മക്കൾക്ക് കൊടുക്കാനായിട്ട് ചെലവാക്കണം, അതുപോലെ തന്നെ ധന്യമായിട്ടുള്ള ഭക്ഷണത്തിന് കുറച്ച് സാമ്പത്തികമായിട്ട്. എത്രത്തോളം ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്നുവോ അത്രയും നമ്മളുടെ മക്കൾ ധന്യരായിട്ട് ഉയരും. ഒരു 10-20 വയസ്സ് വരെ, വേണ്ട 13 വയസ്സ് വരെ നമുക്കിതെല്ലാം കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. തൃശ്ശൂരിൽ ഞങ്ങളുടെ ഒരു സ്കൂളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ആ സ്കൂളിലെ കുട്ടികളെ നിങ്ങൾ വന്നൊന്ന് നോക്കണം. കുറേ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്, കുറേ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവരെ പിടിച്ച് ഒരു ചങ്ങലക്കിട്ട് ഡിസിപ്ലിൻ്റെ പേരിലിടാറില്ല. ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് തലയിൽ കയറ്റാറില്ല. കുറേയധികം പഠിക്കണം. നല്ല വേദത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്. അവരെ കുറേ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഈ ജൂലൈ മാസം 23-ാം തീയതി ഞായറാഴ്ച പിതൃകർമ്മമാണ്. ഈ വരുന്ന ജൂലൈ 23 അവിടെ പിതൃകർമ്മമാണ്. 17,000 പേര് രാവിലെ 4 മണി മുതൽക്ക് വരും. അവരെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് ഈ കുട്ടികളാണ്. അവരാ മന്ത്രങ്ങൾ കേൾക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, അവരാ കർമ്മത്തിൽ ഇടപെടുന്നു. വളരെ ജോളിയാണ്, ഒരു ധന്യമായിട്ടുള്ളത്. ഞാനിത് പറഞ്ഞത് നമ്മളുടെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവരെ കൊടുത്താൽ അവരെടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടതുപോലെ എടുത്ത് ധന്യമായിട്ടുള്ളൊരു ജീവിതത്തിന് അവർ സ്വയം തുടക്കം കുറിക്കും. പിന്നീട് അവർക്ക് നെഗറ്റീവ് സംഭവിച്ചു എന്ന് പറഞ്ഞ് കരയേണ്ടി വരില്ല. അവർക്ക് നെഗറ്റീവ് സംഭവിക്കില്ല. നല്ല വളവും വെള്ളവും കൊടുത്ത് വളർന്ന ചെടികൾ ഏത് കാറ്റും ഏത് പ്രകൃതിക്ഷോഭവും അവർക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ ശരീരം ക്ഷേത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തെ പരിശുദ്ധവും പവിത്രവുമാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.